ഹലോ ഹായ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ മാനു സ്നേഹ ടോക്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കാമോ? നിങ്ങൾ ഇപ്പോൾ ചെയ്യാമെന്ന് കരുതിയ കാര്യം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേണ്ട കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ നാളെ ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ നാളെ നാളെ എന്ന് മാറ്റിവെച്ച് ശരിക്കും ആ പഴഞ്ചൊല്ല് പോലെ ആയിട്ടില്ലേ, നാളെ നാളെ നീളെ നീളെ. അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് നാളെ എണീക്കാനുള്ള അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അലാം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്ത് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിയിട്ടുണ്ടോ? മൊബൈൽ ഫോണിൽ നോക്കി നോക്കിയിരുന്ന് വെറുതെ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മടിയൊക്കെ ഒന്ന് മാറ്റണ്ടേ? അല്ല, മടി മാറ്റാനുള്ള ഈ വീഡിയോ ഒന്ന് കണ്ടു തീർക്കാൻ പോലും മടിയാണോ? അതെ, ഒറ്റ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയേ. നമുക്ക് സ്വന്തമായിട്ടുള്ളത് ഈ ഒരു നിമിഷം മാത്രമാണ്. കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാം അത് പോയി. ഇനി ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു നിമിഷം തന്നെ ചെയ്യുക. നമുക്ക് നിലവിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ സ്വപ്നങ്ങൾ ഓർത്തുകൊണ്ട് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാം. രണ്ട്, സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാം. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആദ്യമൊക്കെ. ബട്ട് ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കും തോറും നമ്മൾ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങുക ഇപ്പോൾ തന്നെ. ആദ്യം തന്നെ നമുക്ക് മടി എന്താണെന്ന് നോക്കാം. കാരണം അത് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. അതിനു മുൻപായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ മടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അത് ചെയ്തു തീർക്കാനായിട്ട് ധാരാളം സമയവുമുണ്ട്, അതിനെ പറ്റിയ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള ഒരു സുഖം തോന്നുന്നില്ല. അതുകൊണ്ട് ചെയ്യാതെ ഇരിക്കുന്നതിനെയാണ് മടി എന്ന് പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, എനിക്കിപ്പോ ഒന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പോ എനിക്കൊരു കഥ എഴുതണം, അല്ലെങ്കിൽ പറമ്പിലോട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു പച്ചക്കറി എന്തേലും അവിടെ നടണം. ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ സമയവുമുണ്ട്, അതുപോലെ തന്നെ സൗകര്യവുമുണ്ട്. എന്നാൽ അത് ചെയ്യാനുള്ള ഒരു സുഖം മനസ്സിന് തോന്നുന്നില്ല. ആ നേരത്ത് വെറുതെ TV കാണണം, അല്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങണം, വെറുതെ ഫോൺ കാണണം. ഈ കാര്യങ്ങൾ ചെയ്യാനാണ് മനസ്സിന് സുഖം തോന്നുന്നത്. ഇങ്ങനെ ചെയ്യാൻ സൗകര്യം ഉണ്ടായിട്ടും ചെയ്യാതെ ഇരിക്കുന്നതിനെയാണ് മടി എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഞാൻ പറയാം. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം, നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കണം, അങ്ങനെയുള്ള വലിയ ആഗ്രഹങ്ങളൊന്നും ബ്രെയിൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ എനർജിയൊക്കെ മാക്സിമം ഇങ്ങനെ സേവ് ചെയ്ത് നമ്മളെ കൊണ്ട് വലിയ പണിയൊന്നും എടുപ്പിക്കാതെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പോകാനാണ് ബ്രെയിൻ ഇഷ്ടം. നമ്മുടെ മടിയുടെ ഒരു പ്രധാന റീസൺ ഇതാണ്. എന്നാൽ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശം കൂടിയുണ്ട്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ബ്രെയിൻ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഇതുപോലെ പല പല കാരണങ്ങളുണ്ട് നമുക്ക് മടി വരുന്നതിന്. ഇനി ഈ മടി കാരണം നമുക്ക് കുറച്ച് ടെൻഷനും ഉണ്ടാകാറുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് രാവിലെ ചെയ്യേണ്ട ഒരു കാര്യം മടി കാരണം നാളത്തേക്ക് മാറ്റിവെച്ചു. ശരിക്കും ഇത് രാവിലെ ചെയ്തു തീർക്കേണ്ടതായിരുന്നേ. എന്നിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നമ്മൾ അത് ചെയ്തില്ലല്ലോ എന്നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. തീർന്നില്ല, രാത്രി കിടക്കുമ്പോൾ പോലും അയ്യോ അത് ചെയ്തില്ലല്ലോ, നാളെ ചെയ്യണമല്ലോ, ഇങ്ങനെയൊക്കെ ഓർത്ത് വെറുതെ ഒരു ആവശ്യവും ഇല്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. അതേസമയം മടി കൂടാതെ രാവിലെ തന്നെ ആ കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ടെൻഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആയി നടന്നൂടെ? രാത്രിയിൽ സുഖമായി ഉറങ്ങിക്കൂടെ? എന്തായാലും ഈ ചെയ്യാതെ പിന്നത്തേന് മാറ്റിവെക്കുന്ന കാര്യങ്ങള് അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ വൈകുന്നേരം ആ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. ഇനി വൈകുന്നേരവും ചെയ്യുന്നില്ല, വീണ്ടും നമ്മളത് നാളത്തേന് മാറ്റിവെക്കുകയാണെങ്കിൽ നാളെ ആയാലും ആ കാര്യം നമ്മൾ തന്നെ ചെയ്തേ മതിയാകൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് നാളെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാര്യവും കൂടി ആവുമ്പോൾ അത് ബൾക്കാവും. വീണ്ടും വീണ്ടും നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതും ഇതും എല്ലാം കൂടി ഒരുപാട് ജോലികളാകും. അവസാനം കൃത്യസമയത്ത് ഒന്നും ചെയ്തു തീർക്കാൻ സാധിക്കാതെയും വരും. ഇനി മടി വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ മടി വരുന്നതിനുള്ള കാരണം എന്താണെന്ന് ആദ്യം നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം. മടി വരാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ എനർജി കൺസർവേഷൻ മൂഡാണ്. അതായത് നമ്മുടെ എനർജി മാക്സിമം സേവ് ചെയ്യാനായിട്ട് ബ്രെയിൻ ശ്രമിക്കും. അതിനെ തുടർന്ന് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ അങ്ങ് ജീവിക്കും എന്നതാണ്.
പക്ഷെ നമുക്ക് ഭയങ്കരമായ വലിയ ആഗ്രഹങ്ങളൊക്കെ കാണും. പക്ഷെ എഫേർട്ട് ഇടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്കും നമ്മുടെ ബ്രെയിനിനും ഉള്ളത് കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ കൊണ്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അവസാനം ഒന്നും ചെയ്യത്തുമില്ല. ഇതാണ് മടിയുടെ ഒരു പ്രധാന കാരണം. രണ്ടാമതായിട്ട് മടിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഭയങ്കരമായ പേടിയായിരിക്കും. അവർക്കൊരു കാര്യം ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ഞാനിത് ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണവും പിന്നെ ചെയ്യാം, നാളെ ആവട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ നീട്ടി നീട്ടി കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മടിയുണ്ടാവാം. ചിലർക്കാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്നോർത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിയുണ്ടാവാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഇൻക്രീസ് യുവർ വിൽ പവർ. വിൽ പവർ വർദ്ധിപ്പിക്കുക. വിൽ പവർ വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റണം. അതായത് എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കിടക്കയ്ക്ക് തീ പിടിച്ചതുപോലെ എണീക്കണമെന്ന്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അലസരാകാതെ അത്യധികം ഉണർവോടും ഉത്സാഹത്തോടും കൂടി ചാടി എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ നമ്മുടെ ബെഡ് ഭംഗിയായി വിരിച്ചിടുന്നത് മുതൽ നല്ല അടുക്കും ചുറ്റിയോടും കൂടെ ചെയ്തു പോരണം. അങ്ങനെ വിൽ പവർ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയാണെങ്കിൽ മടിയെ തോൽപ്പിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ടു സ്റ്റാർട്ട്, തുടങ്ങുക. പലപ്പോഴും ഒരു തുടക്കം കിട്ടാത്തത് കൊണ്ട് മടിയിലേക്ക് പോകുന്നവരുണ്ട്. അതായത് തുടങ്ങി വെക്കാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, തുടങ്ങി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. കുറച്ച് നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് അത് ഈസിയായി മുന്നോട്ട് പൊക്കോളും. നിങ്ങൾ അതിന് ചെറിയ ടാസ്ക് എടുക്കുക, അത് തുടങ്ങുക. ഒരു ബുക്ക് എഴുതാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ എങ്കിൽ ഒരു സെന്റൻസ് എഴുതി തുടങ്ങുക. ഫിസിക്കലായി ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഡെയിലി 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അത് മാത്രം ശ്രദ്ധിക്കുക. ചില സമയത്ത് നമ്മൾ എവിടുന്നേലും ഒക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് അധ്വാനിക്കാനുള്ള ഒരു പവർ ഒക്കെ കയറി വരും. എന്നിട്ട് നമ്മൾ ഭയങ്കരമായ തീരുമാനമൊക്കെ എടുക്കും, എല്ലാം ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു തീർക്കും എന്നൊക്കെ. പക്ഷെ ആ ഒരു പരിപാടി നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാതിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങളെ ഡിവൈഡ് ചെയ്ത് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിൽ ആയിപ്പോകും. അതുണ്ടാവാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് പോവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീരുമ്പോൾ അടുത്തതിലേക്ക് പോകാനുള്ള ഒരു ആവേശം നമുക്ക് ഓട്ടോമാറ്റിക്കായി ഉണ്ടായിക്കോളും. പക്ഷെ ടൈം മാനേജ്മെന്റ് കൂടി ശ്രദ്ധിച്ചു വേണം പോകാൻ. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത് ചെയ്തു തീർക്കും എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ചെയ്തു തീർത്ത ശേഷം ഞാൻ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നും മനസ്സിൽ ഉണ്ടായിരിക്കണം. ടൈം മാനേജ്മെന്റിന്റെ വീഡിയോ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതുണ്ടാവും. ഈ വീഡിയോയ്ക്ക് ശേഷം അതുകൂടി നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. അടുത്ത കാര്യം ഷിഫ്റ്റ് യുവർ ഐഡന്റിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ സ്വയം മടിയന്മാരായി കാണാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ വിചാരിക്കും, എനിക്കിത് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഞാൻ ഭയങ്കര ഒരു മടിയനാണല്ലോ, എന്റെ മടി കാരണം എനിക്ക് ഒരു രക്ഷയുമില്ല എന്നൊക്കെ. മടിയാണ് നിങ്ങൾക്കെന്ന് നിങ്ങൾ തന്നെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും വന്നിട്ട് നിങ്ങളെ എനർജറ്റിക് ആക്റ്റീവ് പേഴ്സൺ ആക്കാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ മടി എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റിയുടെ പാർട്ട് ആക്കിയിട്ടുള്ളവർ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഐഡന്റിറ്റിയിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഞാനൊരു മടി പിടിച്ച വ്യക്തിയല്ല, ഞാനൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയമായി നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മടിയെ മാറ്റിയെടുക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായി ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണം. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഞാൻ ഈ ഒരു നിലയിൽ ആയിരിക്കും. നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എനിക്ക് എന്ത് ലഭിക്കും? ഇന്ന് ഞാൻ മടി പിടിച്ച് ഈ ഒരു കാര്യം ചെയ്യാതിരുന്നാലോ? കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മൾ
ആഗ്രഹിച്ച ആ പോസ്റ്റിൽ നമ്മൾ എത്താതെ ഇപ്പോൾ എങ്ങനെയാണോ ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ ഉണ്ടാവും. അതായത് എനിക്കിപ്പോ ഒരു ജോബ് വേണം, ഒരു വർഷത്തിനുള്ളിൽ എനിക്കത് നേടണം. ഇത് നേടണമെങ്കിൽ ഞാൻ അതിന് എക്സാം പാസ്സായിരിക്കണം. എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കണം. ഇനി മടി പിടിച്ച് പഠിക്കാതെ ഇരുന്നാല് എനിക്ക് ഈ ജോബ് കിട്ടില്ല. അപ്പം ഈ ജോബ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താവും? ഒന്നും ആവാൻ പോകുന്നില്ല. ഒരു വർഷത്തിന് ശേഷവും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും നിങ്ങളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ടാവും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതിന്റെ അവസാനം വരെ എത്തിക്കാൻ എന്നെ കൊണ്ട് പറ്റും, ഞാൻ തീർച്ചയായും വിജയിക്കും, ഞാൻ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇങ്ങനെ നമുക്ക് പറ്റില്ല എന്ന് മനസ്സ് നമ്മളോട് പറയുമ്പോഴെല്ലാം തിരിച്ച് നമ്മൾ മനസ്സിനോട് പറയേണ്ട കാര്യമാണിത്. എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വിജയിക്കും എന്നൊക്കെ. പലരും പറയുന്ന ഒരു കാര്യമാണ് എല്ലാം ശരിയാകും, ഒരു ദിവസം എല്ലാം നടക്കും എന്നൊക്കെ. ഇല്ല, വെറുതെ സോഫായിൽ കിടന്ന് ഫോണിൽ നോക്കിയിരുന്നാൽ, വെറുതെ കട്ടിലിൽ കിടന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മടിയെ അതിജീവിച്ച് എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തുടങ്ങണം. എഴുന്നേറ്റ് പുതിയ പാഠങ്ങൾ പഠിക്കാൻ തുടങ്ങണം. ആൾക്കാരെ കണ്ടുമുട്ടാനും സ്വപ്നങ്ങൾ നേടിയെടുക്കാനും തുടങ്ങണം. മടി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത്രയും നേരം മടി കൂടാതെ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.